നസീറിന്റെ വടക്കൻ പാട്ട് സിനിമകൾ. മലയാള സിനിമയിലെ എവർഗ്രീൻ ഹീറോ പ്രേം നസീർ 1950 സ്നേഹസീമ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് തന്റെ സിനിമ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. മലയാളത്തിലെ എക്കാലത്തെയും റൊമാന്റിക് ഹീറോ ആയിരുന്ന പ്രേം നസീർ തന്റെ 4 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിൽ ഇനിയൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുണ്ടോ എന്ന് സംശയമാണ്. ലവ് സ്റ്റോറികൾ, കുടുംബകഥകൾ, ആക്ഷൻ സിനിമകൾ, കോമഡി സിനിമകൾ, CID സിനിമകൾ, വടക്കൻ പാട്ട് കഥകൾ, അങ്ങനെ വിവിധ തരം സിനിമകളിൽ നായക വേഷത്തിൽ പകർന്നാടിയ പ്രേം നസീർ മലയാളികളുടെ പ്രിയങ്കരനായ താരമായിരുന്നു. പ്രേം നസീർ അഭിനയിച്ച വടക്കൻ പാട്ടുകൾ എല്ലാം സൂപ്പർ ഹിറ്റുകളായി. വടക്കൻ പാട്ടിലെ തച്ചോളി ഓതേനനും കുഞ്ഞിക്കണ്ണനും ചന്തുവും ആരോമലുണ്ണിയുമൊക്കെയായി പ്രേം നസീർ മേക്കപ്പിട്ടു വന്നാൽ അതിനൊപ്പം നിൽക്കാൻ മറ്റൊരു നടൻ ഉണ്ടായിരുന്നില്ല മലയാളത്തിൽ. ഏറ്റവും കൂടുതൽ വടക്കൻ പാട്ട് സിനിമകളിൽ നായകനായിട്ടുള്ളതും പ്രേം നസീർ ആയിരുന്നു. കൂടുതലും വടക്കൻ പാട്ട് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ളത് ഉദയ സ്റ്റുഡിയോ ആണ്. പ്രേം നസീറിനെ നായകനാക്കി ഏറ്റവും കൂടുതൽ വടക്കൻ പാട്ട് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ളത് ഷീലയും ജയഭാരതിയും ഒക്കെയാണ്. ഈ വടക്കൻ പാട്ട് സിനിമകളിൽ പ്രേം നസീറിന്റെ നായിക പദവി അലങ്കരിച്ചിട്ടുള്ള നായികമാർ. നമുക്ക് പ്രേം നസീറിന്റെ വടക്കൻ പാട്ട് സിനിമകൾ ഒന്ന് പരിചയപ്പെടാം. 1961 ഉണ്ണിയാർച്ച എന്ന സിനിമയാണ് പ്രേം നസീറിന്റെ ആദ്യ വടക്കൻ പാട്ട് സിനിമ. ഉദയ നിർമ്മിച്ച ഉണ്ണിയാർച്ചയിൽ നായികയായി അഭിനയിച്ചത് രാഗിണിയായിരുന്നു. 1964 പഴശ്ശിരാജയായിരുന്നു പ്രേം നസീറിന്റെ രണ്ടാമത്തെ വടക്കൻ പാട്ട് സിനിമ. ഉദയ നിർമ്മിച്ച പഴശ്ശിരാജയിൽ രാജശ്രീ ആയിരുന്നു നായിക. 1966 കുഞ്ഞാലി മരക്കാറിൽ PK സരസ്വതിയായിരുന്നു പ്രേം നസീറിന്റെ നായിക. 1970 ഒതേനന്റെ മകൻ ആണ് പ്രേം നസീറിന്റെ 4ാമത്തെ വടക്കൻ പാട്ട് സിനിമ. ഉദയ സ്റ്റുഡിയോ നിർമ്മിച്ച ഒതേനന്റെ മകനിൽ ഷീലയായിരുന്നു നായിക. 1972 ആരോമലുണ്ണിയായിരുന്നു പ്രേം നസീറിന്റെ 5ാമത്തെ വടക്കൻ പാട്ട് സിനിമ. എക്സൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കുഞ്ചാക്കോ നിർമ്മിച്ച ആരോമലുണ്ണിയിൽ പ്രേം നസീറിന്റെ നായിക ഷീലയായിരുന്നു. 1973 പൊന്നാപുരം കോട്ടയായിരുന്നു പ്രേം നസീറിന്റെ 6ാമത്തെ വടക്കൻ പാട്ട് സിനിമ. രാജശ്രീ, വിജയ നിർമ്മല, വിജയശ്രീ എന്നീ നടികളായിരുന്നു പൊന്നാപുരം കോട്ടയിലെ പ്രേം നസീറിന്റെ നായികമാർ. 1974 M. അസീം പ്രൊഡ്യൂസ് ചെയ്ത അങ്കത്തട്ടായിരുന്നു പ്രേം നസീറിന്റെ 7ാമത്തെ വടക്കൻ പാട്ട് സിനിമ. 1974 തന്നെ തുമ്പോലാർച്ചയാണ് പ്രേം നസീറിന്റെ 8ാമത്തെ വടക്കൻ പാട്ട് സിനിമ. ഷീലയായിരുന്നു ഈ സിനിമയിൽ പ്രേം നസീറിന്റെ നായിക. ഉദയ സ്റ്റുഡിയോ ആണ് തുമ്പോലാർച്ച നിർമ്മിച്ചത്. 1974 തന്നെ തച്ചോളി മരുമകൻ ചന്തു എന്ന വടക്കൻ പാട്ട് സിനിമയിലും പ്രേം നസീർ നായകനായി. ഇത് പ്രേം നസീറിന്റെ 9ാമത്തെ വടക്കൻ പാട്ട് സിനിമയായിരുന്നു. P. ഭാസ്കരനായിരുന്നു തച്ചോളി മരുമകൻ ചന്തുവിന്റെ നിർമ്മാണവും സംവിധാനവും. ജയഭാരതിയും ശ്രീവിദ്യയുമായിരുന്നു തച്ചോളി മരുമകൻ ചന്തുവിലെ നായികമാർ. 1977 കണ്ണപ്പനുണ്ണിയാണ് പ്രേം നസീറിന്റെ 10ാമത്തെ വടക്കൻ പാട്ട് സിനിമ. കുഞ്ചാക്കോ നിർമ്മിച്ച കണ്ണപ്പനുണ്ണിയിൽ ഷീലയായിരുന്നു പ്രേം നസീറിന്റെ നായിക. 1978 തച്ചോളി അമ്പുവാണ് പ്രേം നസീറിന്റെ 11ാമത്തെ വടക്കൻ പാട്ട് സിനിമ. KR വിജയ, ഉണ്ണിമേരി, വിജയലളിത എന്നിവരായിരുന്നു നായികമാർ. നവോദയ അപ്പച്ചനാണ് തച്ചോളി അമ്പു നിർമ്മിച്ചത്. 1978 കടത്തനാട്ടുമാക്കം എന്ന നവോദയയുടെ സിനിമയിലും പ്രേം നസീർ ട്രിപ്പിൾ റോളുകളിൽ നായകനായി അഭിനയിച്ചു. ഷീലയായിരുന്നു ഈ സിനിമയിൽ പ്രേം നസീറിന്റെ നായിക. 1979 മാമാങ്കം എന്ന വടക്കൻ പാട്ട് സിനിമയിലും പ്രേം നസീർ നായകനായി. നവോദയ നിർമ്മിച്ച മാമാങ്കത്തിൽ അംബിക, ഭവാനി, KR വിജയ എന്നിവർ നായികമാരായി. 1980 പാലാട്ട് കുഞ്ഞിക്കണ്ണനായിരുന്നു പ്രേം നസീറിന്റെ 14ാമത്തെ വടക്കൻ പാട്ട് സിനിമ. ബോബൻ കുഞ്ചാക്കോ നിർമ്മിച്ച പാലാട്ട് കുഞ്ഞിക്കണ്ണനിൽ ജയഭാരതി, ഉണ്ണിമേരി എന്നിവർ നായികമാരായി. 1982 പടയോട്ടമായിരുന്നു പ്രേം നസീറിന്റെ 15ാമത്തെ വടക്കൻ പാട്ട് സിനിമ. നവോദയ നിർമ്മിച്ച പടയോട്ടത്തിൽ ലക്ഷ്മി, പൂർണിമ ജയറാം എന്നിവർ നായികമാരായി. 1982 തന്നെ നാഗമടത്ത് തമ്പുരാട്ടി എന്ന വടക്കൻ പാട്ട് കഥയിലും പ്രേം നസീർ നായകനായി. ശ്രീ മുരുകാലയ ഫിലിംസ് നിർമ്മിച്ച ഈ സിനിമയിൽ ജയഭാരതിയും ഉണ്ണിമേരിയുമായിരുന്നു പ്രേം നസീറിന്റെ നായികമാർ. 1990 കടത്തനാടൻ അമ്പാടിയായിരുന്നു പ്രേം നസീറിന്റെ 17ാമത്തെ വടക്കൻ പാട്ട് സിനിമ. പ്രിയദർശൻ സംവിധാനം ചെയ്ത കടത്തനാടൻ അമ്പാടിയിൽ സ്വപ്നയായിരുന്നു നായിക. പ്രേം നസീർ അവസാനമായിട്ട് അഭിനയിച്ച സിനിമയും അവസാനമായി അഭിനയിച്ച വടക്കൻ പാട്ട് സിനിമയും കടത്തനാടൻ അമ്പാടിയായിരുന്നു.
4 പതിറ്റാണ്ട് നീളുന്ന പ്രേം നസീറിന്റെ അഭിനയ സബരിയിൽ 17 വടക്കൻ പാട്ട് സിനിമകളിൽ പ്രേം നസീർ നായകനായി അഭിനയിച്ചു.